ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐലൻഡ് ചിമ്മിണി. നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സർക്കിൾ ഐലൻഡ്. സർക്കിൾ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൈപ്പ് പോലെ ഇരിക്കുന്ന ഒരു മോഡൽ ചിമ്മിണിയാണ്. അത് സിലിണ്ടർ ചിമ്മിണി എന്നും പറയും, സർക്കിൾ ഐലൻഡ് എന്ന് പറയും. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമുക്ക് ഐലൻഡ് ചിമ്മിണിയുടെ ഒരു 2 സിലിണ്ടർ എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടുമാണ് നമ്മുടെ സിലിണ്ടർ. ഈ 2 സിലിണ്ടറും ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് കയറ്റിയിടുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ ആംഗിള് 6 എണ്ണം ഉണ്ടാവും. അതായത് ഒരു സൈഡിൽ നമ്മൾ 2 എണ്ണവും അടുത്തങ്ങനെ മൊത്തം സെറ്റ് ചെയ്യാനുള്ള ഒരു 6 സെറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ താഴെ ഭാഗത്തേക്കാണ് മൗണ്ട് ചെയ്യുന്നത്. മൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഹോൾസ് എല്ലാം വരുന്നത്. ഒരു സൈഡിൽ 2 സ്ക്രൂവും ഇപ്പുറത്ത് 2 സ്ക്രൂവും വരെ മൊത്തം 4 എണ്ണം ഒരെണ്ണത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മാക്സിമം ഹൈറ്റ് 115 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. നമുക്കത് ഇത്രയും വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 90 സെൻറ്റിമീറ്റർ വരെ നമുക്കിത് ചെറുതാക്കി ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഐലൻഡ് ചിമ്മിണി. സർക്കിൾ ഐലൻഡിന് വരുന്ന ഈ ഒരു ഭാഗത്തുള്ള സ്ക്രൂസാണ് ഈ കാണുന്നത്. ഈ സ്ക്രൂസ് 2 എണ്ണം താഴത്തേക്ക് ഇപ്പുറത്തും ഉണ്ടാവും, 2 സൈഡിലുണ്ടാവും. ഇത് നമ്മൾ 2 ആംഗിൾ തമ്മിൽ സെറ്റ് ചെയ്യുന്ന നെറ്റും ബോൾട്ടും ആ ഏരിയയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ഇതിനകത്ത് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ വയറൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. ഇനി 2 സൈഡിലും സെറ്റ് ചെയ്യണം കേട്ടോ. 2 സൈഡിലും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യണം. ഇവിടെയും സെറ്റ് ചെയ്യണം. മൊത്തം 3 സൈഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ഒരു എല്ലാ ആംഗിൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന ഈ ഒരു അഡീഷണൽ സിലിണ്ടർ ഉള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കുന്നു. കണ്ടില്ലേ? ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കേണ്ടത്. സർക്കിൾ ഐലൻഡ് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഹൈറ്റ്, അതായത് ഒരു 3 ഹോള് കാണുന്ന രീതിയിൽ വേണം ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മേളത്തെ സ്ക്രൂ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ ഇടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് സെറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു ഹൈറ്റിൽ ഈ ഒരു ക്ലാമ്പ് മേളിലേക്ക് എപ്പോഴും നിർത്തുന്നത് നല്ലതാണ്. നമ്മൾ സർക്കിൾ ഐലൻഡിൻ്റെ മേൽഭാഗം, അതായത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആങ്കർ ബോൾട്ടിലോ അല്ലെങ്കിൽ സ്ക്രൂവിലോ നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ നടുക്കൊരു റൗണ്ട് ഭാഗം കാണുന്നതാണ് നമുക്ക് പൈപ്പ് വെളിയിലേക്ക് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പാണ്. അത് സീലിങ്ങിൻ്റെ ഉള്ളിൽ കൂടി 6 ഇഞ്ച് പൈപ്പ് കൊടുക്കണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ സർക്കിൾ ഐലൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കവർ അതിൻ്റെ മേളിലേക്ക് ഇട്ടാൽ മാത്രം മതിയാവും. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു കൈകാറുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് ഇടാനും അതുപോലത്തെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്സ് വരുന്നത്. താഴെ ഉള്ള ബട്ടൺ ഓണാക്കുന്നതാണ്. രണ്ടാമത് വന്ന് ലൈറ്റ്, 3ാമത്തെ സ്പീഡ്, 2ാമത്തെ സ്പീഡ്, 1ാമത്തെ സ്പീഡ്, അങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ സർക്കിൾ ഐലൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഓണാക്കുന്ന ബട്ടണാണ്, ഇത് ലൈറ്റിൻ്റെ ബട്ടൺ, ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്, അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോട്ടർ യൂണിറ്റ് എല്ലാം വരുന്നത് ഈ ഭാഗത്താണ്. 2 ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചാർക്കോൾ ഫിൽറ്റർ വെക്കുന്നത്. ഇതിൻ്റെ മേളിൽ, ഇതിൻ്റെ സൈഡിൽ ചാർക്കോൾ ഫിൽറ്റർ വെക്കാം. ഈ ഉള്ളിൽ ഭാഗത്തായിട്ട് പൈപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് ചാർക്കോൾ ഫിൽറ്ററിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.